നമ്മുടെ കുടുംബ നിവാസിയായ ഇൻഫോസിസിന്റെ സഹസ്ഥാപകനും മുൻ CEO മാനേജിംഗ് ഡയറക്ടറായ ശ്രീ SD ശിവലാൽ അവർകളും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ശ്രീമതി കുമാരി ശിവലാലും ശിവലാലിന്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായി രൂപം കൊടുത്ത സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നിരവധി പ്രവർത്തന മേഖലകളിൽ ഈ ഫൗണ്ടേഷൻ സജീവമായി രംഗത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കേരളത്തിലെ ജൈവ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 100% ജൈവ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ, ജൈവ കർഷകരെ അവരെ അംഗീകരിക്കുക, ആദരിക്കുക, അവർക്ക് അവാർഡ് നൽകി അവരെ സമൂഹത്തിലും കൂടാതെ കർഷകർക്കിടയിലും സർക്കാരിൻ്റെ മുൻപിലും അവർക്കൊരു അംഗീകാരവും ഒരു അന്തസ്സും നൽകുക എന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ശ്രീ KV ദയാലും ശ്രീ രാധാകൃഷ്ണനും ഒക്കെ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം 15 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ജൈവ കർഷകരെ ആദരിക്കുന്ന ഒരു അവാർഡ് രൂപീകരിച്ചത്. അതിൻ്റെ ആദ്യത്തെ അവാർഡ് ജേതാവായ പാലക്കാടിലെ ശ്രീ നാരായണൻ, അതേപോലെ ഈ അവാർഡ് കമ്മിറ്റിയുടെ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ കൺവീനറായി ആദ്യം മുതലേ പ്രവർത്തിക്കുന്ന എല്ലാവരും അറിയപ്പെടുന്ന അംഗീകരിച്ചിട്ടുള്ള ശ്രീ KV ദയാൽ, അങ്ങനെ നിരവധി ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു അപേക്ഷകൾ സ്വീകരിക്കുകയും കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും വിലയിരുത്തുകയും ഓരോ വർഷത്തെ ജേതാക്കളെ കണ്ടെത്തുകയും ചെയ്യുന്നു. 15ാമത്തെ അവാർഡ് ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഈ അവാർഡിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ശ്രീ KV ദയാൽ റിപ്പോർട്ടിൽ അവതരിപ്പിക്കും. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ഒരു പങ്കാളിയാകുവാൻ, ഒരു ഭാഗവാക്കാകുവാൻ സാധിച്ചതിന് ഞങ്ങൾ ഏറെ സന്തോഷമാണ് ഞങ്ങൾക്കെല്ലാവരും. ഞാനിതിൻ്റെ ഒരു ട്രസ്റ്റിയായ രാമാനന്ദാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ ഏറെ സഹായിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഓരോ മേഖലകളിലും നമുക്കിതിനു വേണ്ടി സഹായിക്കുന്ന ജൈവ കൃഷിയും താല്പര്യമുള്ള സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. കോഴിക്കോട് ഭാഗത്ത് ശ്രീ സേതു, കണ്ണൂരിലെ ശ്രീ വിജയൻ മാഷ്, അതേപോലെ പാലക്കാട് മലപ്പുറത്തിന് ചുമതലയുള്ള ശ്രീ നാരായണൻ, തൃശ്ശൂരിലെ ചുമതലയുള്ള ശ്രീ കരീം, തിരുവനന്തപുരം കൊല്ലം ഏരിയ ഒക്കെ പരിശോധിക്കുന്ന ശ്രീ മനു, ഈ തെക്കൻ കേരളത്തിൻ്റെ കാര്യങ്ങൾ മധ്യമേഖലയിലും കാര്യങ്ങൾക്ക് ചുമതലയേൽക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ ഡോക്ടർ KN ജയചന്ദ്രബാബു, ശ്രീ MN സുകേശൻ, ശ്രീ ലാലു, ഇങ്ങനെ നിരവധി പേരുടെ കൂട്ടായ ആത്മാർത്ഥമായ സമർപ്പണ ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. അവരെയൊക്കെ ഇതിൻ്റെ ഒരു ട്രസ്റ്റി എന്ന നിലയ്ക്ക് അവരോട് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് നടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീമതി കുമാരി ശിവലാലാണ്. ഇത്തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ രൂപം കൊടുത്ത് ഇങ്ങനെ അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം സമൂഹ നന്മയ്ക്കായി മാറ്റിവെക്കുക എന്ന ഒരു ചിന്താഗതി, അതിന് 100% സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും ശിവലാലിനേക്കാളും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീമതി കുമാരി ശിവലാൽ. നമ്മളുടെ എല്ലാ ചടങ്ങിലും അവരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഈ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ ശ്രീമതി കുമാരി ശിവലാലിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ വർഷത്തെ മുഖ്യ അതിഥിയുടെ കാര്യത്തിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്, അഭിമാനവുമുണ്ട്. കാരണം മറ്റ് തലത്തിലുള്ള സ്ഥാനം കൊണ്ടുള്ള സെലിബ്രിറ്റികളെ നോക്കാതെ ഒരു യഥാർത്ഥ കർഷകനെ തന്നെ ഈ പ്രത്യേകിച്ച് ജൈവ കൃഷിയിൽ കാലങ്ങളോളം തൻ്റെ സാന്നിധ്യവും തൻ്റെ പാദമുദ്രയും പതിപ്പിച്ച ഒരു വ്യക്തി, സെൻട്രൽ ഗവൺമെന്റിന്റെ പത്മശ്രീ അവാർഡ് ജേതാവാണ്. നെൽ വിത്തുകൾ സംരക്ഷിക്കുന്നതിന് മാതൃകയായി തുടക്കം കുറിച്ച വ്യക്തിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് ഈ കർഷകരെ ആദരിക്കുവാനും അവർക്ക് അവാർഡ് നൽകുവാനുമായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു എത്തിയിട്ടുള്ള ശ്രീ ചെറുവയൽ K. രാമൻ അവർ.
ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അദ്ദേഹത്തെയും ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് ആത്മാർത്ഥമായി ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ തന്നെ പരമ്പരാഗതമായി ജൈവ കൃഷി തന്നെ നിൽക്കുന്ന പല വ്യക്തികളും നമ്മൾ വെറ്ററൻസ് വിഭാഗത്തിൽപ്പെടുത്തി അങ്ങനെയുള്ളവരെ ആദരിക്കാറുണ്ട്. അപ്പൊ ഈ പ്രായത്തിലും ജൈവ കൃഷി നഷ്ടമാണ്, അതിലെ രാസവള പ്രയോഗവും കുറേ വിഷമൊക്കെ ചെയ്താൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ, ലാഭകരമാവുകയുള്ളൂ എന്ന ഒരു ചിന്താഗതിയോടു കൂടിയുള്ള കൃഷിക്കാരുടെ ഇടയിൽ അങ്ങനെയല്ല, അല്ലാതെയും ലാഭകരമാക്കാം. അതിന് വേണ്ടത് ആ ഒരു അതിനോടുള്ള ഒരു താല്പര്യവും ഒരു പ്രതിബദ്ധതയും അതിൻ്റെ ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പറയും. അങ്ങനെ ഈ പ്രായത്തിലും ആ കൃഷി ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ കൃഷിയുടെ ഫലങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലും ഫാം ടൂറിസത്തിന്റെ മേഖലകളും ഒക്കെ പരിശോധിച്ച് സകുടുംബം ഈ മേഖലയിൽ പ്രവർത്തിച്ച് വിജയം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് നമ്മളുടെ ഇന്ന് അക്ഷയശ്രീ 2023 അവാർഡ് ജേതാവായ കാസർഗോഡിലെ ശ്രീ സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. ഏറെ അഭിമാനത്തോടു കൂടി തന്നെ നമ്മളുടെ ഈ അവാർഡ് ജേതാവിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. SD ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ അഭിമാനമുള്ള ഒരു കാര്യം, ഞങ്ങൾ തെരഞ്ഞെടുത്ത് അവാർഡ് നൽകിയ നിരവധി വ്യക്തികൾ അല്ലെങ്കിൽ കർഷകർക്ക് പിന്നീട് പല തലങ്ങളിൽ നിന്നുള്ള അവാർഡുകൾ ലഭ്യമായി എന്നുള്ളത് തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തെറ്റല്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ അത് ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. പല ഞങ്ങളുടെ മുൻ വർഷങ്ങളിലെ അക്ഷയശ്രീ അവാർഡ് ജേതാക്കൾ എല്ലാവരും തന്നെ പലരും തന്നെ മറ്റു മേഖലകളിൽ അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷന്റെ വഴി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനതല മെച്ചപ്പെട്ട കർഷകർ എന്ന നിലയ്ക്ക് വേറെ സന്തോഷമുണ്ട് ആ രീതിയിലും. അതുപോലെ ഞങ്ങളുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് രീതി എത്രയും സുതാര്യമാണ്, യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങൾ പല തലങ്ങളിലായിട്ട് അവാർഡുകൾ നൽകിയിട്ടുണ്ട്. ജില്ലാ തലത്തിലുള്ള ഏറ്റവും മികച്ച അവാർഡ് ജേതാക്കളുണ്ട്. കുറേ കസേരകളൊക്കെ ഒഴിഞ്ഞിരിപ്പുണ്ട്, കാണുമ്പോൾ ഇച്ചിരി വിഷമമുണ്ട് ഞങ്ങൾക്ക്, എങ്കിലും അവരെത്തുമെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ കൃഷിയിൽ ജൈവകൃഷിയിൽ ഏർപ്പെട്ടിട്ട് ഒരു മികച്ച ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ച അവാർഡ് വാങ്ങുവാനുള്ള പരിശ്രമത്തിന് തുടക്കം കുറിച്ച നിരവധി കർഷകരെ അവർക്കൊരു പ്രോത്സാഹന സമ്മാനം നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റു രീതിയിലുള്ള പ്രത്യേക പുരസ്കാരങ്ങളും നൽകിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളുടെ കാര്യം, കുട്ടി കർഷകരുടെ നിലയ്ക്ക് ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടി വന്നിട്ടുണ്ട്. ദീപിക എന്നാണ് ആ കുട്ടിയുടെ പേര്. ദേവികയാണ്. സാധാരണ ഈ കുട്ടികൾക്കുള്ള കർഷക അവാർഡ് എന്ന് പറയുമ്പോൾ രക്ഷാകർത്താക്കളായിരിക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ കുട്ടിയുടെ പേര് വെച്ചൊക്കെ അപേക്ഷിക്കും. അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ സേതു, കോഴിക്കോടുള്ള സേതു എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നപ്പോഴാണ് ശരിക്കും ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് അത് എങ്ങനെ പരിപാലിക്കുന്നു എന്ന് അന്വേഷിച്ച് അത് നഷ്ടപ്പെടുത്താതെ 1000-1000 ഒക്കെ തൈകളും നട്ടുപിടിപ്പിക്കുന്നു. അതിൽ ഒരെണ്ണം പോലും വളർന്നു വരുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വൃക്ഷത്തൈ നടിയിലല്ല. 330 സേതുമാധവൻ 320 വയനിച്ചെന്ന് തന്നെ പറഞ്ഞപ്പോൾ അത് തിരുത്തി യഥാർത്ഥ എണ്ണം തന്നെ പറയുകയും ഒക്കെ ചെയ്യുന്ന, അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചുകുട്ടികൾ. നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് ആ വിദ്യാർത്ഥിനി ഉയർന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള നിരവധി പ്രത്യേക ജേതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെയും ഞങ്ങൾ അനുമോദിച്ച് അവർക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അവാർഡ് ജേതാക്കൾക്കും ഏറെ സന്തോഷത്തോടു കൂടി അവരെയും ഹാർദമായി ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ ജൈവകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, ഞങ്ങൾ ക്ഷണിതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ളവർ, പത്ര മാധ്യമങ്ങൾ, അങ്ങനെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രത്യേകം ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ ദിവസമാണ് ശ്രീ ശിവലാലുമായിട്ട് 1-2 ഈ കർഷക നേതാക്കൾ അല്ലെങ്കിൽ കർഷകർ സംസാരിച്ചത്. ഈ കൃഷി നമ്മളിപ്പോൾ അവാർഡ് കൊടുക്കുന്നു,
അവാർഡ് നേടിയവരും ജൈവ കൃഷി ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ അവരെല്ലാവരും ഓരോ ഏരിയയിൽ ഓരോ സ്ഥലത്ത് കൂടി അവരുടെ പ്രശ്നങ്ങളുമൊക്കെ പങ്കുവെച്ച് അതിൽ നിന്നുമൊക്കെ ഒരു പഠനം പരസ്പരം ബന്ധപ്പെടുവാനും പരസ്പരം അറിയുവാനുമുള്ള ഒരു കാര്യം കൂടി നടത്തിയാൽ കൊള്ളാമെന്നൊരു നിർദ്ദേശം വന്നു. അപ്പോൾ ശിവരാജ് പറഞ്ഞൊരു തുടക്കം എന്ന നിലയ്ക്ക് 2 or 3 മേഖലകളിൽ, മധ്യമേഖല അല്ലെങ്കിൽ വടക്കൻ മേഖല അല്ലെങ്കിൽ തെക്കൻ മേഖല എന്നുള്ള രൂപത്തിൽ ഒരു ഗ്രൂപ്പാക്കി അവിടെ ഈ ജൈവ കർഷകരുടെ ഒരു കൂട്ടായ്മ സമ്മേളനം, പ്രത്യേകിച്ച് അക്ഷയശ്രീ അവാർഡ് ജേതാക്കളും അവാർഡത്തിന് അപേക്ഷിച്ചവരും ഒക്കെയുള്ള ഒരു കൂട്ടായ്മ നടത്തി, സമ്മേളനം നടത്തി. അതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് കൂടെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ തയ്യാറാക്കിയാൽ ഇത് ഭാവിയിൽ പ്രയോജനപ്പെടും എന്നൊരു നിർദ്ദേശം വന്നത് അംഗീകരിച്ചിട്ടുണ്ട്. അത് ഉടൻ നടപ്പിലാക്കും. മാത്രമല്ല, ഈ അവാർഡ് കൊണ്ട് ഈ ജൈവ കർഷകർക്ക് എന്ത് നേട്ടമുണ്ടായി സമൂഹത്തിൽ എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫൗണ്ടേഷൻ നടത്തുകയുണ്ടായി. അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ഒരു റിസർച്ച് നടത്തി ഒരു റിപ്പോർട്ട് പ്രകാശിപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രാധാന്യമായി അവർ കാണിച്ചു തന്നത് ഈ ജൈവ കർഷകർക്ക് സമൂഹത്തിൽ ലഭിച്ച അംഗീകാരമാണ്. ഇതിന് ശേഷം ഇതുവരെ അറിയപ്പെടാതിരുന്ന ഈ കർഷകർ ഇപ്പോൾ ഈ അവാർഡ് നേടി പത്രമാധ്യമങ്ങളിൽ കൂടി അവരെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കിപ്പോൾ കൃഷി ചെയ്യാൻ സമയമില്ല, കൂടുതൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ട ഒരു സ്ഥിതി വിശേഷം. സ്കൂളിലായാലും കോളേജിലായാലും അവരുടെ അനുഭവം പങ്കുവെച്ച് അങ്ങനെ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തലത്തിൽ അവർക്കൊരു അംഗീകാരം കിട്ടിയതാണ് ഇതിന് മറ്റൊരു നേട്ടമായി പറയുന്നത്. അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ 15ാമത്തെ അക്ഷയശ്രീ അവാർഡ് സമ്മേളനത്തിൻ്റെ വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ 1-2 പേരുടെ പേര് വിട്ടുപോയി. കോട്ടയത്ത് MK സെബാസ്റ്റ്യനുണ്ട്, എറണാകുളത്ത് ദുർഗനുണ്ട്, പിന്നെ ശിവകുമാരിയുടെ തന്നെ ബന്ധുവായ സുരേഷ്, മല്ലി, ഇവരൊക്കെ ഇതിന് പുറകെ പ്രവർത്തിക്കുന്നവരാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രതിഫലം കിട്ടണമെന്നോ രീതിയിലല്ല അവരെല്ലാവരുടെയും ഇതിനോടൊപ്പമുള്ള പ്രവർത്തനം. നേരത്തെ ഈ പറഞ്ഞ പോലെ ജൈവ കർഷകർക്ക് അവാർഡ് അല്ലെങ്കിൽ അംഗീകാരം കിട്ടുന്ന പോലെ തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആ കൃഷിക്കാരുടെ ഇടയിലും സമൂഹത്തിലും ഒരു അംഗീകാരവും ഒരു മര്യാദയും ഒരു റെസ്പെക്റ്റും ലഭിക്കുന്നുണ്ട്. അതും അവരുടെ ഭാഗത്തുനിന്ന് അവർക്കും ഒരു സന്തോഷമാണ്. അപ്പം അങ്ങനെയുള്ള ഈ അക്ഷയശ്രീ അവാർഡിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവരും തിരക്കിനിടയിൽ എങ്കിലും അവരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ശ്രീ KV ദയാൽ ഏറ്റവും കഴിഞ്ഞ 15 വർഷമായി ഈ മേഖലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നമ്മുടെ അവാർഡ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ KV ദയാൽ, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ഹാർദമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഞങ്ങളുടെ എൻ്റെ സുഹൃത്തും ഈ ഫൗണ്ടേഷൻ്റെ നിയമോപദേശവുമായ എൻ്റെ സുഹൃത്ത് ശ്രീ KP മെഹബൂബ് ഷെരീഫ് സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇത് സജ്ജീകരിക്കാനായി നിരവധി ഈ ഫൗണ്ടേഷൻ്റെ തന്നെ പഠനത്തിലുള്ള വിദ്യാർത്ഥി സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഏറെ കുറേ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ എന്നോടൊപ്പം ഇവിടെ സജ്ജീകരിക്കാനായി കൂടിയിട്ടുണ്ട്. അവരും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നിരവധി പേർ ഇതിനോട് കൂട്ടായ്മയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരുമിച്ചുള്ള സഹകരണമാണ് ഇതിൻ്റെ വിജയം. നമുക്ക് ഈ വർഷം 317 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിലെ മൊത്തത്തിൽ അപേക്ഷ ലഭിച്ചതിൽ 317 അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 55 പേർക്കാണ് അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സംസ്ഥാനം 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 13,000 നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും 14 ജില്ലകൾക്കും 50,000 രൂപ വീതമുള്ള അവാർഡ് നൽകിയിട്ടുണ്ട്. 10,000 രൂപ വീതമുള്ള പ്രോത്സാഹന സമ്മാനം 28 എണ്ണം, ഒരു ജില്ലയിൽ 2 എണ്ണം വെച്ച് 28 എണ്ണം വന്നിട്ടുണ്ട്. കൂടാതെ മറ്റുള്ളവയെല്ലാം കൂടി ചേർത്തിട്ട് 12 എണ്ണം, അങ്ങനെ 55. ഈ 55 പേർക്കും കൂടി 13 ലക്ഷം രൂപയാണ് അവാർഡിന് മാത്രമായി ഇവിടെ ST ഫൗണ്ടേഷൻ ചെലവഴിച്ചിട്ടുള്ളത്. 13 ലക്ഷം രൂപ. ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ഇന്ത്യയിലോ വേറെ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കരുതണ്ട. കാരണം കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള പരിപാടി
അവർക്ക് നല്ലൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രസക്തി. സാറ് രാമാനന്ദൻ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ അവാർഡ് മേടിച്ചവർ എല്ലാവരും തുടർച്ചയായിട്ട് മനോരമയുടെ അവാർഡ്, സംസ്ഥാന അവാർഡ് ഇങ്ങനെ കിട്ടി വരും. ആദ്യം പൊക്കിയെടുത്തിട്ടുള്ളത് എത്രയോ പേരെ ഈ 15 വർഷം കൊണ്ട് ആരും അറിയാതെ കിടന്നിരുന്ന എത്രയോ പേരെ നമ്മൾ പൊക്കിയെടുത്ത് അവാർഡ് കൊടുത്തു. അതിൻ്റെ ഒരു പടികേറിയ ഒരുപാട് ഉയർന്ന തലത്തിൽ എത്തിയിട്ടുണ്ട്. SD ഫൗണ്ടേഷൻ്റെ പ്രതിനിധികളായി, അതായത് ഇത് തിരഞ്ഞെടുക്കണമെങ്കിൽ വലിയൊരു പ്രോസസ്സാണ്. ഏതാണ്ട് ഒരു 3-4 മാസത്തെ പ്രോസസ്സ് കൊണ്ടാണ് ഇത് തീർക്കുക. SD ഫൗണ്ടേഷൻ്റെ പ്രതിനിധികളായി 14 ജില്ലകളിലും ആൾക്കാരുണ്ട്. അവർ ആത്മാർത്ഥമായി, സത്യസന്ധമായി, കൃത്യതയോടെ പ്രവർത്തിച്ച് കൃത്യസമയത്ത് റിപ്പോർട്ട് തന്നുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ. അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഒരു പ്രധാന സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ആരും അറിയാതെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കൃഷി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, കൃഷിക്കാരൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഇവിടെ നടപ്പിലായിരിക്കണം. ഒന്ന്, കൃഷിക്കാരനെ സമൂഹം അംഗീകരിക്കണം, അംഗീകാരം കിട്ടണം. ആ അംഗീകാരം നേടിത്തരാൻ തരുന്ന ജോലിയാണ് ശിവലാൽ സാറും കുമാരിമാടും SD ഫൗണ്ടേഷനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അറിവ് കിട്ടണം. കർഷകന് അറിവ് കിട്ടണം. അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു യൂണിവേഴ്സിറ്റി വേണം. ആ യൂണിവേഴ്സിറ്റി നമുക്കിവിടെ വന്നിട്ടുണ്ട്. എന്ത് യൂണിവേഴ്സിറ്റിയിൽ എത്തിയോ ബിസ്മി ടീച്ചർ? ബിസ്മി ടീച്ചർ എത്തിയിട്ടില്ല, എത്തും. ബിസ്മി ടീച്ചർ, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, അവർക്കൊരു പ്രോത്സാഹനമായിട്ട് നമ്മൾ ഇത്തവണ അവാർഡ് കൊടുത്തിട്ടുണ്ട്. എത്തിയെന്ന് തോന്നണം. അപ്പം 2, അറിവ് വേണം, പ്രോത്സാഹനം വേണം. അതുപോലെ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ആ മാർക്കറ്റിംഗ് സംവിധാനത്തിന് ഒരു എൻട്രി നമ്മൾ നടത്തുകയാണ്. ഫാർമർ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾക്ക് ഒരു നോട്ടീസിലൂടെ ഇപ്പോൾ കിട്ടും. നോട്ടീസിലൂടെ എല്ലാവരെയും കിട്ടിക്കാണും. ഫാർമർ ഫസ്റ്റ്, അതായത് മനുഷ്യൻ്റെ പ്രഥമ ആവശ്യം ഭക്ഷണമാണ്, അത് നല്ല ഭക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ കർഷകനാണ് പ്രഥമ പ്രജ. ആ കർഷകന് അവന് ന്യായമായ വില കൊടുത്ത് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാനും അതിന് ആനുപാതികമായ ബോണസും പെൻഷനും കൊടുക്കാനുതകുന്ന ബിസ്മി ടീച്ചർ വന്നു. ഓക്കെ, ടീച്ചർ ഞങ്ങളുടെ HOD ആണ്, അവിടുത്തെ HOD, ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. അപ്പം ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ പ്രസിദ്ധമായിരിക്കുന്നു. പ്രോത്സാഹനത്തിന് ശിവലാൽ സാറും കുമാരിമാടും SD ഫൗണ്ടേഷനും ഇവിടെ വന്നിരിക്കുന്നു. മറ്റേ ജെറിൻ ആൻഡ് ബിദുൻ ചേർന്നിട്ട് ഫാർമർ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇത് ആദ്യം നടപ്പിലാക്കുകയാണ്. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ്റിനെ കൊണ്ട് നടപ്പിലാക്കിക്കാനുള്ള ഒരു നടപടിയിലേക്ക് വന്നു. അങ്ങനെ 3 മേഖലകൾ കൃഷി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ 3 മേഖലകളുടെയും ഒരു സംഗമമാണ് ഈ വർഷത്തെ ഇന്നത്തെ നമ്മളുടെ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നു വരുന്നത്. ഇതൊരു പ്രത്യേക ഇതായിട്ട് നമുക്ക് കണക്കാക്കണം. ദേവികയെ പറ്റി ഇത് പറഞ്ഞിരുന്നത്. ദേവിക എഴുന്നേറ്റ്. ദേവികയുടെ ഒന്ന് സ്റ്റേജേക്ക് എത്തിക്കോട്ടെ. ദേവിക ഒന്ന് സ്റ്റേജേക്ക് എത്തിക്കോ. ദേവിക കുട്ടി കർഷകയായി, കേരളത്തിലെ ഏറ്റവും നല്ല കുട്ടി കർഷകയായി തെരഞ്ഞെടുത്തിട്ടുള്ള ദേവിക. കൈയടിക്കെല്ലാവരും. 2ാം ക്ലാസ്സുകാരിയാണ്. ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? 1000 മരം നടണമെന്നുള്ളതാണ്. 1000 മരം നടുക മാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി നടന്ന പോലെയല്ല ദേവിക ഇപ്പൊ 333 മരങ്ങൾ നട്ടു കഴിഞ്ഞു. ഇത് നടുക മാത്രമല്ല ചെയ്യണേ, ഈ നട്ട സ്ഥലത്തിന്റെ ആളിന്റെ പേരും ഫോൺ നമ്പറും ദേവിക എടുക്കും. എന്നിട്ട് ഇടക്കിടക്ക് ആളിനെ വിളിക്കും. മാമ എൻ്റെ മരം അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു പോയി. അങ്ങനെ അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ദേവികയെ നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും ഇത് പറഞ്ഞ് ഇവിടെ സമയം കളയാനില്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം. പ്രോത്സാഹന സമ്മാനം മേടിച്ചവർ
അടുത്ത വർഷം ജില്ലാ അവാർഡ് കരസ്ഥമാക്കാൻ പ്രയത്നിച്ചിരിക്കണം. ജില്ലാ അവാർഡ് മേടിച്ചവർ സംസ്ഥാന അവാർഡ് മേടിക്കാൻ പ്രാപ്തി നേടിയിരിക്കണം. അവാർഡിനായി ആരും കൃഷി ചെയ്യരുത്. കൃഷി ചെയ്തുകൊണ്ടിരിക്കുക അവാർഡ് നിങ്ങളുടെ പിന്നാലെ വരും. ST ഫൗണ്ടേഷൻ വന്നിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് കൃഷി ചെയ്താൽ. ചിലർക്കൊക്കെ ചില പരാതികൾ വരുന്നുണ്ട്, എന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ പരാതി. ആരും പരാതിപ്പെടണ്ട. കൃഷി ബെറ്ററാക്കിക്കൊണ്ടിരിക്കുക, ഓരോ വർഷവും ബെറ്ററാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളെ തേടി ST ഫൗണ്ടേഷൻ എത്തിയിരിക്കും. 15 വർഷമായി എത്തിയില്ലേ? ഈ 15 വർഷമായിട്ട് പോലും അറിയാത്ത ഒരാളോട് വന്നിരിപ്പുണ്ട് തൃശ്ശൂര്. അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അടുത്ത വർഷം അവാർഡിന് അപേക്ഷിക്കുക. അവാർഡ് കിട്ടാനുള്ള എല്ലാ അർഹതയുമുള്ള ഒരാൾ അറിയാതെ പോയിരിക്കുന്നു. അത് വരരുത്. കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ നമ്മളോട് പറയാനുള്ളത്. എല്ലാവിധ പ്രോത്സാഹനവും എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാം നേടിത്തരുന്ന ST ഫൗണ്ടേഷനുള്ള നന്ദിയും കടപ്പാടും സകലർക്കും എന്നും എപ്പോഴും എവിടെ വെച്ചും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് കുമാരിക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. എല്ലാ വർഷവും ഞങ്ങൾ ഈ ദിവസത്തെ പ്രതീക്ഷിക്കാറുണ്ട്. 15 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന സംഭവമായിട്ട് മാറി. ഇത്രയും വർഷം കൊണ്ട് ആദ്യമായി ഇന്നത്തെ അവാർഡ് ജയിച്ച എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. ദയാല് പറഞ്ഞ പോലെ ഈ അവാർഡ് വളരെ കർശനമായ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു അവാർഡാണ്. ആപ്ലിക്കേഷൻ, അതുകൂടാതെ അവിടെ വന്ന് നിങ്ങളുടെ കൃഷി കാര്യങ്ങൾ നോക്കുക, അങ്ങനെ പല രീതിയിലും അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാണ് ഈ അവാർഡിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവാർഡ് വാങ്ങിക്കുന്ന എല്ലാവരും വളരെ അർഹിക്കുന്ന ആൾക്കാരാണ്. എൻ്റെയും കുമാരിയുടെയും അനുമോദനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ അവാർഡ് തുടങ്ങിയ സമയത്ത് ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ ചെയ്തായിരുന്നു. എന്തിനു വേണ്ടിയാണ് അവാർഡ് തുടങ്ങുന്നത്, എങ്ങനെ ഇത് ചെയ്യും? ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ എല്ലാ ഉത്തരങ്ങളും നമ്മുടെ കയ്യിൽ കാണത്തില്ല. പല കാര്യങ്ങളും കാലക്രമേണ നമ്മൾ കണ്ടുപിടിക്കുകയും പഠിക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ സംരംഭങ്ങളിലും. കാലക്രമേണ ഞങ്ങൾ 3 കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ അവാർഡിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം കർഷകരുടെ ഇടയിലും മറ്റ് പൊതുജനങ്ങളുടെ ഇടയിലും ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയിക്കുക, അതിനെപ്പറ്റി പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് ഭക്ഷ്യസാധനങ്ങൾ, ഈ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കണം, അങ്ങനെയുള്ളൊരു അവയർനെസ് ഉണ്ടാക്കുക. കൂടാതെ 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിത് തുടങ്ങുമ്പോൾ ഓർഗാനിക് ഫാമിങ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ കേട്ടിരുന്നത്. കാലക്രമേണ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അവാർഡിൻ്റെ ഒരു ലക്ഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ 15ാമത് അക്ഷയശ്രീ അവാർഡാണ്
നടക്കുന്നത്. ഞാനൊരു സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഈ പുരാതന കൃഷിയെ പറ്റി ചെറിയ അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നന്നായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ ഫെർട്ടിലൈസേഴ്സും അതുപോലെ പെസ്റ്റിസൈഡ്സും എല്ലാം ഉപയോഗിച്ചുള്ള എല്ലാ ആഹാര സാധനങ്ങളുടെയും ദോഷങ്ങളെ പറ്റി നമ്മൾ അറിയുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്, നമ്മൾ ഇതെല്ലാം കഴിച്ചാണല്ലോ ജീവിച്ചിരുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാകും. നമ്മുടെ ഇന്നത്തെ അവാർഡ് എന്ന് പറയുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതി സ്നേഹികൾക്കുള്ള അവാർഡാണ്. എങ്ങനെ നമുക്ക് പ്രകൃതിയെ തിരിച്ചു പിടിക്കുക, എങ്ങനെ സമൂഹത്തിന് നല്ലൊരു ഭക്ഷണം കൊടുക്കുക, നല്ലൊരു വെള്ളം, നല്ലൊരു വായു, നല്ലൊരു മണ്ണ് സൃഷ്ടിക്കാം എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ അവാർഡ് അർഹതപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും വയനാടിന്റെ ഒരു പരമ്പരാഗത കർഷകനും ആയ ഞാൻ, നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയൊരു കർഷകനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ 10 വയസ്സ് മുതലാണ് ഞാൻ കൃഷിപാടത്ത് ഇറങ്ങാൻ തുടങ്ങിയത്. 5ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. 74 വയസ്സായി. 64 വർഷക്കാലത്തെ കൃഷിയുടെ അറിവുകളും കാട്ടറിവുകളും നാട്ടറിവുകളും അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള അനുഭവ പാഠങ്ങളാണ് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്ക് മറ്റുള്ള ആരിൽ നിന്നും ഒരു കൃഷി വിജ്ഞാനമോ കൃഷി അറിവുകളോ ഒന്നും പകർന്നതല്ല. കാരണം വയനാട്ടില് 1950 ജനിക്കുകയും 55 ആവുമ്പോഴേക്കും വയനാടിന്റെ ആവാസ വ്യവസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചുകൊണ്ട് തന്നെ അന്ന് കൃഷിക്ക് എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി മനുഷ്യന് വിശപ്പെടുക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ളൊരു സംവിധാനം എന്ന് വേണമെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാം. അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. മാത്രമല്ല നമുക്കറിയാം, വയനാട്ടില് അല്ലെങ്കിൽ നമ്മുടെ വയനാട് ജില്ലയിലെ കേരളത്തിലെ അതാത് ജില്ലകൾക്ക് അതിന്റെ ആവാസ വ്യവസ്ഥയനുസരിച്ചുള്ള കൃഷിരീതിയും കാർഷിക സംസ്കാരവും വിത്ത് ഉൽപാദനങ്ങളും വിത്ത് ധാന്യങ്ങൾ ശേഖരിക്കലും അങ്ങനെ കൃഷിയുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ സ്ഥിതി എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 1976 മുതൽ ഞാൻ ഇങ്ങനെ തിരിയാനുള്ള ഒരു പ്രധാന കാരണം ഉണ്ടായി. ജൈവ കർഷകൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം കേരളത്തിലേക്ക് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലേക്ക് വരുന്ന മുഴുവൻ ഭക്ഷ്യ വിഭവങ്ങളും കേരളത്തിന് വേണ്ടി തയ്യാറാക്കി വരുന്ന വിഷപദാർത്ഥങ്ങളാണ് എന്നുള്ളത് നമ്മൾ പല സന്ദർഭങ്ങളിൽ മനസ്സിലാക്കി കഴിഞ്ഞു. തീർച്ചയായും ആ ഒരു കാര്യത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. കേരളത്തിലെ കർഷകർ, കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ വിഷമയമല്ലാത്ത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കേണ്ട ഉത്തരവാദിത്തം വളരെ കാര്യമായി തന്നെ ഈ അവസരത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് പല ചടങ്ങുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയാണ്. നമുക്ക് പ്രകൃതി വരദാനമായി കിട്ടിയിട്ടുള്ള ജലത്തെയും അതുപോലെ തന്നെ വായുവിനെയും മണ്ണിനെയും ഒക്കെ നമ്മൾ ഇന്ന് മലിനീകരണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്നത് പോലെ അല്ല ഇന്നിപ്പോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ മാത്രമല്ല, സാമൂഹിക രംഗത്ത് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിൽ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്.
ജൈവ പച്ചക്കറിയുടെ പ്രാധാന്യവും ഒരു ഇടവേളകളിൽ നമ്മൾ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഏറ്റെടുക്കുകയും അത് നമ്മുടെ എല്ലാ ജീവിത സന്ധാനത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീചമായ പ്രവൃത്തിയാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് പിന്മാറുകയും അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അതോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം വളരെ സജീവമായി ഏറ്റെടുക്കുകയായി. അതിനുകൂടി പ്രയോജനം നൽകുന്ന രീതിയിലാണ് ഈ അവാർഡ് ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ ചെയർമാനാക്കാം ഇതിന്റെ നേതൃത്വം കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിലാകെ ജൈവ പച്ചക്കറിയുടെ പ്രാധാന്യം അതോടൊപ്പം തന്നെ അതിന്റെ ഗുണനിലവാരവും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന കർഷകരെ ആദരിക്കുകയാണ് ഓരോ വർഷവും ചെയ്യുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേക, അതായത് ഈ ജൈവ പച്ചക്കറിയുടെ പ്രാധാന്യവും അത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ആവശ്യകതയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് നിലവാരം. പതിനഞ്ചാമത് അക്ഷയശ്രീ അവാർഡിന്റെ സമാപന ചടങ്ങാണ് നടക്കുന്നത്. ഈ 15ാമത് വർഷവും ഈ അവാർഡ് ചടങ്ങ് ഇത്രയും ഭംഗിയായി നടത്തിയ എല്ലാ മെമ്പർമാർക്കും അല്ലെങ്കിൽ എല്ലാ സഹകാരികൾക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ശ്രദ്ധ രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം.